ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. പൊതുവെ ആളുകൾ പറയാറുണ്ട് നടത്തം നല്ലൊരു വ്യായാമമല്ലെന്ന്. എങ്കിൽ നടത്തത്തിൻ്റെ പരമാവധി പ്രയോജനങ്ങൾ എങ്ങനെ ലഭിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ. നടത്തമായാലും ഓട്ടമായാലും നാം ഫോക്കസ് ചെയ്യേണ്ടത് ആ പ്രവൃത്തി ആസ്വദിക്കാനും ഒപ്പം തന്നെ മസിൽ ബിൽഡിങ്ങിന് എങ്ങനെ നമ്മുടെ ശരീരത്തിനെ സഹായിക്കാനും പറ്റും എന്നുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ നടത്തം നല്ലൊരു വ്യായാമമാകുന്നത് നടക്കുന്ന ആളിനെ ആശ്രയിച്ചാണ്. ഊഷ്മളവും ലളിതവുമായ ഒരു സ്ട്രെച്ചിങ് നടത്തം ആരംഭിക്കുമ്പോൾ തന്നെ ആവശ്യമാണ്. ട്രെഡ്മില്ലുകളിലാണ് നടക്കുന്നതെങ്കിൽ അവയിലെ പലതരത്തിലുള്ള ഫീച്ചേഴ്സും നമുക്ക് പ്രയോജനപ്പെടുത്താം. നടത്തം മെച്ചപ്പെടുത്താൻ വേണ്ടത് എത്ര സ്റ്റെപ്സ് നടക്കുന്നു, എത്ര വേഗത്തിൽ നടക്കുന്നു, എത്ര സമയം നടക്കുന്നു എന്നിവയിൽ ഓരോന്നായി മാറ്റുക എന്നുള്ളതാണ്. ഇൻക്ലിനേഷൻ ഫീച്ചർ എന്ന് പറയുന്നത് ഒരല്പം ചെരിഞ്ഞ പ്രദേശത്തൂടെ നടക്കാം എന്നുള്ളതിനാണ്. ഒരു കുന്ന് കയറുന്നതിന് സമാനമായ ആയാസം നമ്മുടെ ശരീരത്തിന് കൊടുക്കുമ്പോൾ നടത്തം ഒരു തീവ്രതയേറിയ വ്യായാമം തന്നെ ആകുകയാണ് ചെയ്യുന്നത്. അടുത്തൊരു ഫീച്ചറാണ് ഇൻ്റർവൽ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇതും ട്രെഡ്മില്ലിൽ ഉള്ളതാണ്. നടക്കുമ്പോൾ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റ് പല വ്യായാമങ്ങളും നമുക്ക് അതിൻ്റെ കൂടെ ചെയ്യാം. ഓരോ ഘട്ടത്തിലും അതിൻ്റെ സമയവും വേഗതയും വർദ്ധിപ്പിക്കുന്നത് തീവ്രതയും വർദ്ധിപ്പിക്കും. ഭാരം ഉപയോഗിക്കുക എന്നുള്ളതാണ് മറ്റൊരു മാർഗ്ഗം. ഭാരം ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുകയും മസിൽ ബിൽഡപ്പിന് സഹായിക്കുകയും ചെയ്യും. എന്നാൽ കൂടുതൽ ഭാരം ഉപയോഗിച്ച് ബാലൻസ് നഷ്ടപ്പെടുത്താതെ ശ്രദ്ധിക്കണം. ശരിയായ ഒരു പോസ്ചർ നമുക്ക് അത്യാവശ്യമാണ്. നടക്കുമ്പോൾ ശരീരം നിവർന്ന് തല ഉയർത്തി തോളുകൾ താഴേക്ക് വെച്ച് കൈകൾ അരക്കെട്ടിന് സമീപത്ത് മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിച്ച് നേരെ നോക്കി നടക്കാം. ഓരോ പാദവും ശരീരത്തിന് കീഴിലായിരിക്കണം. നടക്കുമ്പോൾ കാൽവെപ്പുകളാണ് നല്ലത്. ഷോൾഡർ ജോയിൻസിൽ ചലനശേഷി വർദ്ധിപ്പിക്കുന്നതിന് ആം അല്ലെങ്കിൽ ഷോൾഡർ എക്സസൈസ് നമുക്ക് ചെയ്യാം. ഇത് നല്ല പോസ്ചർ നിലനിർത്താൻ സഹായിക്കും. നല്ല സുഖപ്രദവും കനം കുറഞ്ഞതും ശരിയായി യോജിച്ചതുമായ ഷൂസും കാലാവസ്ഥയ്ക്കനുസരിച്ച വസ്ത്രങ്ങളും ധരിക്കുക. അതുപോലെ തന്നെ ജലാംശം ശരീരത്തിൽ നിലനിർത്താൻ ഓരോ 20 മിനിറ്റിലും അല്പം വെള്ളം കുടിക്കാം. നടക്കാൻ പോകുന്നതിന് മുമ്പും നടത്തം കഴിഞ്ഞും ചായ, കാപ്പി, കൂൾ ഡ്രിങ്ക്സ് പോലുള്ള പാനീയങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. 2 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന നടത്തത്തിന് ദാഹം തോന്നുമ്പോഴെല്ലാം ഇലക്ട്രോലൈറ്റ് അടങ്ങിയ ഗുണമേന്മയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ സ്പോർട്സ് ഡ്രിങ്ക്സ് ഉപയോഗിക്കാം. നടക്കുന്നത് റോഡിൽ കൂടിയാണെങ്കിൽ വലതുവശത്ത് കൂടി നടക്കുമ്പോൾ മുന്നിൽ നിന്ന് വാഹനങ്ങൾ വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആവശ്യമുള്ളപ്പോൾ ഒഴിഞ്ഞു മാറാനും അത് അവസരം നൽകും. പ്രകൃതിയിൽ നടക്കുക, പ്രിയപ്പെട്ടവരോടൊപ്പം നടക്കുക, ഇവ രണ്ടും ഏറെ മാനസിക ഉന്മേഷം നൽകുന്നതാണ്.